വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സൗദി അറേബ്യയിലെ അൽഹസയിലെ ലേഡീസ് മാർക്കറ്റാണ്. ലേഡീസ് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. സ്റ്റിച്ചിങ് ഐറ്റംസ്, പിന്നെ തുണിത്തരങ്ങൾ, ഡ്രസ്സ്, അബായ, പിന്നെ നൂലുകളില്ലേ, നൂലുകൾ, ലേസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും. ഇതിൻ്റെ അപ്പുറത്താണ്, ഈ കാണുന്നതിൻ്റെ അപ്പുറത്താണ് ഗോൾഡ് സൂക്ക്. അതിൻ്റെ ഇപ്പുറം മൊത്തം ലേഡീസ് മാർക്കറ്റാണ്. കുറേ ദൂരമുണ്ട് കേട്ടോ. പിന്നെ പല വഴികളായിട്ട് ഒരുപാട് സ്ഥലത്തുണ്ട് ലേഡീസ് മാർക്കറ്റ്. ഇവിടെ ബാഗുകൾ, പിന്നെ ചെരുപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. നമ്മൾ പറയില്ലേ അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടും. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബെഞ്ചിൻ്റെ കഥയാണ്. ഇത് ഇവിടെ എപ്പോഴും ഞാൻ അധിക ദിവസവും ഞാൻ അവിടെ വന്നിരിക്കും. നമുക്കുണ്ടാവില്ലേ ഒരു വല്ലാത്തൊരു മനസ്സ് വേദന, മനസ്സ് നോവുന്ന ഒരു സമയം. ഈ നെഞ്ചിൽ ഒരു വലിയ ഭാരം എടുത്ത് വെച്ചതുപോലെ ഒരു തോന്നലുണ്ടാവില്ലേ. അപ്പോൾ സങ്കടങ്ങളിങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഞാനിവിടെ വരും, ഈ ബെഞ്ചിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പം എന്നിട്ട് ഞാൻ ഈ ഇതിൽ പോകുന്ന ഈ വണ്ടികളൊക്കെ നോക്കും. ഈ വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. ഇവിടെ സിഗ്നലുണ്ട്, അപ്പോൾ അവിടെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ നിർത്തിയിടും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ചിലപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടാവും, കുടുകൂടാ ഒഴിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഇതിന് മാത്രം ഇതെങ്ങനെയാണ് ഈ കണ്ണിൽ വെള്ളം നിൽക്കുന്നതെന്ന്. എന്നിട്ട് അങ്ങനെ ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ ഇവിടെ തീർത്തിട്ടാണ് വീട്ടിലേക്ക് പോവുക. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത് തീർത്ത് കഴിയുമ്പോൾ രാവിലെ ആകുമ്പോഴേക്ക് പിന്നെ എല്ലാം ഓക്കെ ആവും, ഫ്രഷായി വരും. പിന്നെ കുറച്ച് ദിവസത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്നും പറയും ഈ ബെഞ്ചിനാണ് എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. കാരണം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന ഒരു ബെഞ്ചാണത്. എനിക്കാണെങ്കിൽ ഈ ഫ്രണ്ട്സൊന്നുമില്ല. നമ്മുടെ എന്ത് കാര്യങ്ങളും നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സോ അങ്ങനെ ആരും ഇല്ല. അത് ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കാം, ഞാനതങ്ങനെ അത്ര ചിന്തിച്ചില്ല. അപ്പം എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെയാണ് തീർക്കുക. എൻ്റെ ചില സമയത്ത് ചില ഓർമ്മകൾ, പിന്നെ ചില നഷ്ടങ്ങളൊക്കെ നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മനസ്സിലേക്ക് വരുമ്പം അത് ഓവർകം ചെയ്യാൻ ഞാൻ കണ്ടെത്തിയ വഴിയാണിത്. അപ്പോൾ അങ്ങനെ മനസ്സിങ്ങനെ ആകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ബെഞ്ചിലേക്ക് പോയിരിക്കും. ഇതിനിപ്പുറത്തോ എല്ലാം ബെഞ്ചുണ്ട്, പക്ഷേങ്കിൽ അവിടെയൊക്കെ എന്നെ അറിയുന്ന ആൾക്കാരാണ്. ഇവിടെ അറിയുന്ന ആൾക്കാരുണ്ട്, എന്നെ അങ്ങനെ ശ്രദ്ധിക്കില്ല. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ എൻ്റെ ആ സങ്കടങ്ങൾ ഞാൻ ഇവിടെ അങ്ങ് തീർക്കും. കരഞ്ഞു ആരും കാണില്ല ഒന്നും, നമ്മുടെ സങ്കടങ്ങൾ. മഹാനടൻ തിലകൻ ഒരു പടത്തിൽ പറഞ്ഞില്ലേ, സങ്കടങ്ങൾ പങ്കുവെക്കാൻ പാടില്ല, സന്തോഷം മാത്രമേ പങ്കുവെക്കാൻ പറ്റൂ. അതേപോലെ ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ പിന്നെ അങ്ങനെ ആരോടൊന്നും പറയാറില്ല. എന്തുണ്ടെങ്കിലും ഞാൻ തന്നെ അതങ്ങ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ പലരും പല മാർഗങ്ങളല്ലേ കണ്ടെത്തുക. ചിലർ ഫ്രണ്ട്സിനോടെല്ലാം തുറന്ന് പറയും, പിന്നെ അവർക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ഇങ്ങനെയാണ് എല്ലാം തീർക്കുക. ഞാൻ തന്നെ എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ എന്നോട് തന്നെ സംസാരിച്ച് ഞാൻ അതങ്ങ് സോൾവ് ചെയ്യും. പിന്നെ കുറേ ദിവസം ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഇത് വരും, ഇങ്ങനെ വരും. അപ്പം ഞാൻ ഇതേമാതിരി തന്നെ ചെയ്യും. പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് തീർക്കണ്ടല്ലേ.